ദ റണ്ണിംഗ് മാൻ, ഡയറക്റ്റഡ് ബൈ എഡ്ഗർ റൈറ്റ്. ആളുടെ സിനിമകളാണ്. ഈസ് ബേസ്ഡ് ഓൺ എ ബുക്ക് ബൈ സ്റ്റീഫൻ കിങ്. ഈ അതേ ബുക്കിന്റെ ബേസ് ചെയ്ത് തന്നെ 1987 ഒരു സിനിമ ഇറങ്ങിയായിരുന്നു. അതിൽ അഭിനയിച്ചത് അർണോൾഡ് ഷ്വാർസനേഗർ ആയിരുന്നു. ഈ ഒരു വേർഷനിൽ അഭിനയിച്ചിരുന്നത് ഗ്ലെൻ പോവലാണ്. ഗ്ലെൻ പോവൽ, ഐ എം ഷുവർ ഹി ഈസ് ഗോയിങ് ടു ബിക്കം എ വെരി ഹ്യൂജ് സ്റ്റാർ. ആ ഒരു ആക്ടറിന്റെ സ്ക്രീൻ പ്രസൻസ്, കരിസ്മ, അതേപോലെ ആ ഒരു ക്യാരക്ടർ, ബെൻ റിച്ചാർഡ്സ് എന്ന ക്യാരക്ടർ, ഈ ഒരു ആക്ടറിന് വേണ്ടി ഇത്രയും കാലം വെയിറ്റ് ചെയ്ത് എനിക്ക് തോന്നിയത് അമ്മാതിരി ലെവൽ പെർഫോമൻസ് ആണ് ഗ്ലെൻ പോവൽ ഇതിനകത്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു ക്യാരക്ടറിന് കൊടുക്കേണ്ട, ആ ഒരു ക്യാരക്ടറിന് ഇതിനകത്ത് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയ ഒരു ക്യാരക്ടറാണ്, ദേഷ്യം, വേദന, അതെല്ലാം ആ ആക്ടർ ചെയ്ത വെച്ച രീതി കാരണം വേറെ ലെവലായിരുന്നു. എന്തായാലും ഗ്ലെൻ പോവൽ ഈ സിനിമയുടെ ഒരു വലിയൊരു സേവിയർ ആണെന്ന് തന്നെ ഞാൻ വീണ്ടും പറയും. അതേപോലെ എഡ്ഗർ റൈറ്റ്, ആളുടെ ഫിൽം മേക്കിംഗ് സ്റ്റൈൽ നോക്കുവാണെങ്കിൽ ഒരു നോവൽറ്റി ടച്ച് ഉണ്ട്. അത് ഏത് പടം ആയിക്കോട്ടെ, ലാസ്റ്റ് നൈറ്റ് സോഹോ ആണെങ്കിലും ബേബി ഡ്രൈവർ ആണെങ്കിലും എല്ലായിടത്തും ഒരു നോവൽറ്റി ഫീൽ നമുക്ക് കിട്ടും. അതും ഈ കഥയുടെ ആ ഒരു മൂഡ് അനുസരിച്ച് വളരെ നന്നായിട്ട് ചേർന്നിണങ്ങി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മേക്കിങ്ങിൽ എഡ്ഗർ റൈറ്റ് തകർത്തു എന്ന് തന്നെ പറയാം. ദ റണ്ണിംഗ് മാൻ ഒരു ഫാസ്റ്റ് പേസ്ഡ് ആക്ഷൻ ത്രില്ലറാണ്, സെറ്റ് ഇൻ ദ ഡിസ്റ്റോപ്പിയൻ എറ. ഈ ഒരു സിനിമയുടെ കഥയാണ് ആ ഒരു ത്രില്ല്, എക്സൈറ്റ്മെന്റ്, അഡ്രിനാലിൻ പമ്പ് ചെയ്യുന്ന ആ ഒരു ആക്ഷൻ സീക്വൻസ്, ചേസ് സീക്വൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ശരിക്കും 2.25 മണിക്കൂർ അതൊക്കെ നമുക്ക് പേഴ്സണലി നമുക്ക് ഫീൽ ചെയ്യും. വി വിൽ റിയലി ഫീൽ ദാറ്റ് വി ആർ പാർട്ട് ഓഫ് ദാറ്റ് വേൾഡ്. സറ്റയർ ഒക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് കൈൻഡ് ഓഫ് എ മോക്യുമെന്ററി ഓൾസോ, ഒരു മീഡിയ വേൾഡിന് അതെല്ലാം ശരിക്കും നന്നായിട്ട് വർക്ക്ഔട്ട് ഉണ്ട്. അതാണ് ആദ്യം ഞാൻ പറഞ്ഞത്, എഡ്ഗർ റൈറ്റ് കിഡിലിന് അല്ലെങ്കിൽ തകർത്തിട്ടുണ്ട് മേക്കിങ്ങിൽ. ആക്ഷൻ സീക്വൻസസ് ഭയങ്കര ബിലീവബിൾ ആയിരുന്നു, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നി. അതേപോലെ ഗ്ലെൻ നന്നായിട്ട് സ്റ്റണ്ട് ചെയ്തിട്ടുണ്ട്. ചേസ് സീക്വൻസസും ഓടുന്ന മൊമെന്റ്സ് ആണെങ്കിലും എല്ലാം വളരെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, നല്ല രസമായിരുന്നു കണ്ടിരിക്കാൻ തന്നെ. ഒരു നിമിഷം പോലും നമുക്ക് ബോറടിക്കില്ല. ക്ലൈമാക്സ് കുറച്ച് അബ്രപ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു. വേറെ ഒരു നെഗറ്റീവ് ഇല്ല, ക്ലൈമാക്സ് പെട്ടെന്ന് അങ്ങോട്ട് എൻഡ് ചെയ്ത പോലെ തോന്നിയത്. ഒന്നാമതേ എൻഡിങ് ഭയങ്കര പ്രെഡിക്റ്റബിൾ ആണ്, എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സംഭവം ഉണ്ടായുള്ളൂ. പക്ഷെ ഒരു അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്തില്ല, ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ട് തോന്നിയത്. പക്ഷെ എന്നാൽ പോലും നമ്മൾ മൊത്തത്തിൽ നിന്ന് കാണുവാണെങ്കിൽ ഒരു എഡ്ജ് ഓഫ് എ സീറ്റ് പോപ്കോൺ എന്റർടൈനർ തന്നെയാണ് ദ റണ്ണിംഗ് മാൻ. തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം, തിയേറ്റർ തന്നെ എൻജോയ് ചെയ്യാനുള്ള ഒരു പടം തന്നെയാണ് ഈ പടം. ഓവറോൾ പെർഫോമൻസസിൽ ഗ്ലെൻ പോവൽ ഒഴിച്ച് ജോഷ് ബ്രോസ്ലിൻ ആ ഒരു വില്ലൻ മീഡിയ മാൻ ആയിട്ട് സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ വേറെയും കുറെ ഇൻട്രസ്റ്റിംഗ് രസകരമായ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ആക്ടേഴ്സ് വളരെ വെടിപ്പായിട്ട് തന്നെ ആ ക്യാരക്ടേഴ്സ് പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ തിയേറ്റേഴ്സിൽ പോവുക and have a fun ride. I'm sure that you will enjoy this movie. For more reviews, please like, share and subscribe this channel. Thank you.